ഭരണാനുമതി തുക നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിയുടെ ബേപ്പൂരിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ രീതിയിലുള്ള ഒരു പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പഴയ പാലം ഇതിനുവേണ്ടി ഒരു മോഡൽ ഫുഡ് സ്ട്രീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തോളം സമയമെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി തയ്യാറാക്കിയതും അതിൻ്റെ നിർവ്വഹണം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു പോയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെ 3 കിയോസ്കുകളാണ് ഈ പാലത്തിൻ്റെ 2 ഭാഗത്തായിട്ടും ഉള്ളത്. 2 എണ്ണം ഇവിടെയും 2 എണ്ണം പാലത്തിൻ്റെ ഒരെണ്ണം പാലത്തിൻ്റെ ഫറോക്ക് സൈഡിലായിട്ടും. ഇതിൻ്റെ നടത്തിപ്പ് ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി ബഹുമാനപ്പെട്ട MLA കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാവും ഇതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ തന്നെ തുടർന്ന് ചെയ്യുക. ഇത്തരത്തിലൊരു പദ്ധതി, ഒരു മോഡൽ ഫുഡ് സ്ട്രീറ്റ് എന്നുള്ളത് ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ്. കാരണം ഇങ്ങനെ ഒരു പാലം ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പൂർണ്ണമായും ഭക്ഷണത്തിന് ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിംഗ്, മറ്റു ഇരിപ്പിട സൗകര്യങ്ങളും വിശ്രമ സൗകര്യങ്ങളും എല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടാണ് ഇങ്ങനെ പദ്ധതി ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമെന്ന് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫറോക്കിൻ്റെ ഈ കല്ലമ്പാറ ഭാഗത്തെയും ഈ മണ്ണൂർ വളവ് ടൗണിൻ്റെ ഭാഗത്തായി കൊണ്ടാണ് ഈ പാലം നിൽക്കുന്നത്. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ പാലം ഉണ്ടായിരുന്നത്. ഇതേതായാലും ഇതിന് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവുകയും നമുക്ക് ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന കൺസെപ്റ്റിലേക്ക് എല്ലാവരും ഇന്ന് പൊതുവെ ഭക്ഷണങ്ങളൊക്കെ ഇതേപോലുള്ള സെൻറ്ററിൽ വെച്ച് കഴിക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് ബീച്ചായാലും ഇവിടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ നമ്മളെ നാടിനെ ആകെ മാറ്റിയെടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഈ രീതിയിൽ നമ്മളിപ്പോൾ ചാലിയത്ത് ഓഷ്യാനസ് ചാലി ആയാലും മറ്റ് പ്രദേശങ്ങളായാലും നമ്മളെ കടലുണ്ടിയും ഫറോക്കും ഒക്കെ, ഫറോക്കിലിപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഇപ്പം പാത്ത് വേ വരാൻ വേണ്ടി പോവുകയാണ്. 2 ബ്രിഡ്ജും തമ്മിൽ അതിനുള്ള അനുമതിയായിട്ടുണ്ട്. ആ രീതിയിൽ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വപ്നം കാണാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. മന്ത്രിക്ക് ഈ അവസരത്തിൽ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ കടലുണ്ടി പഞ്ചായത്തിന് വേണ്ടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ കുറേ പ്രോജക്റ്റുകളെ സംബന്ധിച്ചിട്ടും മന്ത്രിയുടെ മനസ്സിൽ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പുതിയ പുതിയ വികസനങ്ങൾ നമ്മുടെ നാടിനെ എത്തിയേക്കുന്ന ഈ വേളയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. ബഹുമാനപ്പെട്ട കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഫറോക്ക് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകളുടെ നേതൃനിരയിലുള്ളവർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഒരു ഡിസൈൻ പോളിസി നടപ്പിലാക്കുകയുണ്ടായി. 3 വർഷം മുമ്പ് രാജ്യത്തെ ഈ മേഖലയിലെ എക്സ്പേർട്സിനെ വിളിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ച് ഒരു ശില്പശാല സംഘടിപ്പിച്ചു. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. ആ ശില്പശാലയിൽ ഈ 2 വകുപ്പിലെയും പൊതു ഡിസൈൻ നയങ്ങളെക്കുറിച്ചുള്ള വിവിധ സെഷനുകളായി വേർതിരിച്ചുള്ള ചർച്ചകൾ നടന്നു. അതിലൊരു പ്രധാനപ്പെട്ട അഭിപ്രായം ഉയർന്നു വന്നത് ഉപയോഗശൂന്യമായി കിടക്കുന്ന പാലങ്ങളെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെ പൊതുപാലങ്ങളെയും പരമാവധി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി മാറ്റുന്ന ഒരു നില ഉണ്ടാകണമെന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ടൂറിസം മന്ത്രിയായി ചുമതലയേറ്റ ഘട്ടത്തിൽ ഒരു ടൂറിസം മീറ്റിന് ഫ്രാൻസിലെ പാരീസിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ ദീപാലങ്കൃതമായ പാലങ്ങളും ജനങ്ങൾക്ക് കുടുംബവുമായി വന്ന് ഭക്ഷണം കഴിച്ച് സമയം ചെലവഴിക്കാൻ, കലാപരിപാടികൾ ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന
പാലങ്ങളും കാണുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇത് നടപ്പിലാക്കിക്കൂടാ എന്നുള്ള ചിന്ത ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പിൽ പാരീസിലെ അനുഭവം പങ്കുവച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ആളുകളാകെ ചർച്ച ചെയ്ത് ഒരു കരട് രൂപപ്പെടുത്തി. ആ കരട് പിന്നീട് വിവിധ വകുപ്പുകളിലേക്ക് പോയി. ആ വകുപ്പുകൾ ചർച്ച ചെയ്ത് മന്ത്രിസഭയിലേക്ക് വന്നു. മന്ത്രിസഭ അംഗീകരിച്ചു. അങ്ങനെയാണ് ഡിസൈൻ നയം വന്നത്. ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിൽ ഡിസൈൻ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭിന്നശേഷി സൗഹൃദം തുടങ്ങി നിരവധി കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ ഈ സമയത്ത് അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. ഫറോക്ക് മുനിസിപ്പാലിറ്റിയും കടലുണ്ടിയും അതിർത്തി പങ്കിടുന്ന ഈ പാലം ജനങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമായി മാറും. ഇതിൻ്റെ ഭാഗമായുള്ള കിയോസ്കുകളുടെ ടെൻഡർ DTPC സെക്രട്ടറി പറഞ്ഞത് ഉടനെ അധിക ദിവസമില്ലാതെ നടത്തി ആളുകളെ നിശ്ചയിച്ച് ആ കിയോസ്കുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങി ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ സദസ്സിലുള്ള പലരും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാതെ കൂടിപ്പോണ്ട, ഒരു പരിധിയിൽ കഴിച്ചാൽ മതി. നമുക്ക് വർത്തമാനം പറയാനും ഇരിക്കാനും കുടുംബമൊത്ത് സുഹൃത്തുക്കളൊത്തൊക്കെ സമയം ചെലവഴിക്കാനും പറ്റുന്ന ഒരു സ്ഥലം. പൊതു ഇടങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. പൊതു ഇടങ്ങൾ കുറയുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രശ്നമുണ്ട്. സമയം ചെലവഴിക്കാൻ നമുക്ക് സ്ഥലമില്ല. മുമ്പത്തെ പോലെയല്ല. ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ആളുകൾ വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ ഒരു 7 മണി 7:30 മണിയൊക്കെ ആവും. അപ്പോൾ കുടുംബത്തൊന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ കൂട്ടുകാരൊത്തൊന്ന് പുറത്തു പോവുക. അങ്ങനെ പുറത്തു പോയാൽ എവിടെ ഇരിക്കും? ഇതൊരു പ്രധാന പ്രശ്നമാണ്. അതിന് പൊതു ഇടങ്ങളെ പരമാവധി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഫറോക്ക് പഴയ പാലം. അന്ന് ബ്രിട്ടീഷ് കൊളോണിസ്റ്റുകളെ തുരത്തി ഓടിക്കാൻ ഹൈന്ദവ മുസ്ലിം സഹോദരന്മാർ തോളോട് തോൾ ചേർന്ന് റെയിൽ ഗതാഗതം സ്തംഭിപ്പിച്ചു. അതിന് ഫറോക്ക് മുതൽ പരപ്പനങ്ങാടി വരെ റെയിൽവേ ട്രാക്ക് മുറിച്ചിട്ടു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വിറച്ചു പോയത്. അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഫറോക്ക് പഴയ പാലം. ആ ഫറോക്ക് പഴയ പാലം ഒരു ഹെറിറ്റേജാണ്. ആ ഫറോക്ക് പഴയ പാലം ദീപാലംകൃതമാക്കി അറ്റകുറ്റപ്പണികൾക്ക് ആദ്യം ഫണ്ട് കണ്ടെത്തി, പിന്നെ പെയിൻ്റൊക്കെ നന്നായി ചെയ്ത് ദീപാലംകൃതമാക്കി മാറ്റിയപ്പോൾ ഇന്ന് വിദേശികൾ ഉൾപ്പെടെ ആ ഫറോക്ക് പഴയ പാലത്തിൽ വരുന്നു. ഫറോക്ക് പഴയ പാലം മോഡൽ കേരളത്തിലാകെ നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായം പൊതുവേ ഉയർന്നു വരികയാണ്. കോഴിക്കോട് നിന്ന് തീവണ്ടിയിൽ രാത്രി ട്രെയിനിൽ കയറുന്നവർ, അടുത്തിരിക്കുന്നവർ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കണം. കുട്ടികളും രക്ഷിതാക്കളും പറയും, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിട്ടു കഴിഞ്ഞാൽ നോയ്ക്കൊപ്പം വരും നമ്മുടെ ദീപാലംകൃതമായ പാലം. അത് നമ്മുടെ നാടിൻ്റെ ഒരു ഐഡന്റിറ്റി മാത്രമല്ല, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തെ വിളിച്ചോടുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ആ ദീപാലംകൃതമായ പാലം. അതും അതിനോട് ചേർന്നുള്ള പാർക്കും ഇന്ന് കുട്ടികൾക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒക്കെ സമയം ചെലവഴിക്കാനുള്ള ഒരു ഇടമായി മാറി. പോലീസ് കേസിൽപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്തിരുന്ന സ്ഥലമാണ് നമ്മുടെ PK സ്റ്റീൽസിന്റെ മുമ്പിലുള്ള ദേശീയപാതയുടെ അടുത്ത് കിടക്കുന്ന നല്ലള സബ്സ്റ്റേഷന്റെ അടുത്തുള്ള സ്ഥലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് അഭ്യർത്ഥിച്ച് പോയപ്പോൾ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും മറ്റു പലരും ശ്രദ്ധപ്പെടുത്തി, കുട്ടികൾക്കൊന്നും അതിൽ പോകാൻ വയ്യ. അവിടെ ഒഴിഞ്ഞുകൂടി കിടക്കുന്ന ബസ്സിന്റെ ഉള്ളിൽ മയക്കുമരുന്ന് കേന്ദ്രം, അതിൻ്റെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. MLA ആയി തെരഞ്ഞെടുത്തതിനു ശേഷം ജില്ലാ കലക്ടർക്കൊപ്പം ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ നടപ്പാത പോലെ ആളുകൾ സഞ്ചരിക്കുന്ന വഴി കാണുന്നു. അതായത് രാത്രി സഞ്ചാരമുണ്ട് എന്നാണ് അർത്ഥം. ആ ബസ് മുഴുവൻ അവിടെ നിന്ന് മാറ്റി, ആ സ്ഥലം മുഴുവൻ മാറ്റി ഇന്നത് വി പാർക്കായി അറിയപ്പെടുന്നു. നമ്മൾ പാർക്ക്. ഫറോക്ക് ദീപാലംകൃതമായ പാലത്തിൻ്റെ അടുത്തും ഒരു വി പാർക്ക് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നല്ലള സബ്സ്റ്റേഷൻ്റെ അടുത്തൊരു വി പാർക്ക് ഉണ്ട്. അതൊരു മാജിക്കാണ്. രാത്രി 1 മണിക്കും 2 മണിക്കും ആളുകൾ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പാട്ട് ആസ്വദിക്കുന്നു, പരസ്പരം സംസാരിക്കുന്ന കേന്ദ്രമായി മാറുന്നു. നമ്മുടെ അത്രയും ആളുകൾ പോയി ഇരിക്കുന്ന, സമയം ചെലവഴിക്കുന്ന സ്ഥലമായി മാറുന്നു. ആ പട്ടികയിലേക്ക് ഇതാ ഒരു പുതിയ പേര് കൂടി വന്നിരിക്കുകയാണ്. അത് കല്ലമ്പാറ ഫുഡ് സ്ട്രീറ്റ് ആണ് എന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്ക് ഒന്നിക്കാനുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒന്നിക്കാനുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സാധിക്കില്ല, ജനങ്ങളെ ഒന്നിപ്പിക്കാൻ സാധിക്കും.
സന്തോഷം വർദ്ധിക്കും. ഇതിനാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തണം. ബേപ്പൂർ മറീന ബീച്ച് വികസിച്ചതുപോലെ, ചാലിയം ഓഷ്യാനിസ് ബീച്ച് വികസിച്ചതുപോലെ ഇതുപോലുള്ള പൊതു ഇടങ്ങളെ നമുക്ക് ഇനിയും വികസിപ്പിക്കണം. വളരെ വ്യത്യസ്ത ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഒരു നാടാണ് കേരളം. ആ ഭക്ഷണങ്ങളുടെ ഒരു ഹബ്ബ് കൂടിയാണ് നമ്മുടെ ഈ പ്രദേശങ്ങൾ. ആ നിലയിൽ നമുക്കിതിനെ മാറ്റിയെടുക്കണം. ഈ സ്ഥലം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. എല്ലാ അവധി സമയങ്ങളിലും ആളുകൾക്ക് വരാനും ഇരിക്കാനും സമയം ചെലവഴിക്കാനുമുള്ള സ്ഥലമായി ഇത് മാറും. ആ നിലയിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനോട് എല്ലാ നിലയിലും സഹകരിച്ച് ഇടപെട്ട ULCCS, ഇതിന്റെ ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദീപാലംകൃതമായ ഫറോക്ക് പഴയ പാലം പിന്നീട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഏറ്റെടുത്ത് അവിടെയൊക്കെ പാലങ്ങൾ ദീപാലംകൃതമാക്കിയതുപോലെ ഈ പാലത്തിന് മുകളിലുള്ള ഫുഡ് സ്ട്രീറ്റ് കേരള ജനത ഏറ്റെടുത്ത് കേരളത്തിലാകെ ഭാവിയിൽ പടർത്തും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇത് ജനങ്ങളുടെ ജനകീയ ഐക്യത്തിന്റെ വിജയം കൂടിയാണ് ഇത്തരം കേന്ദ്രങ്ങൾ എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, അഭിവാദ്യം. ഉദ്ഘാടന പരിപാടി അവസാനിപ്പിച്ചു.